മമതാ ബാനർജി ആദ്യം മുതൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ 100% അംഗീകരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൽ കോൺഗ്രസുമായിട്ട് സഹകരിച്ചാൽ മത്സരിച്ചത്. ഒറ്റയ്ക്കല്ല, മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഒറ്റയ്ക്ക് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോ അദ്ദേഹം കാല് മാറി. ഒമർ അബ്ദുള്ളേ കാല് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. അത് മാത്രമല്ല, അധികാരത്തിലേറിയതിന്റെ പിറ്റേന്ന് മുതൽ BJPയുമായി മോദിയുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്തു. പിന്നീട് അവരവരുടേതായ സാമ്രാജ്യങ്ങളില് ബീഹാർ, UP പോലുള്ള സംസ്ഥാനങ്ങളില് ഛത്രപതിമാരായി വാഴുന്ന ചില നേതാക്കള്, നമുക്കറിയാം UPയിലെ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവ്, അതുപോലെ RJD, ബീഹാറിലെ RJD നേതാവ്, ഇവരൊക്കെ അവരുടേതായ താല്പര്യങ്ങളില് അവരുടേതായ ചില നിലപാടുകളില് ഉറച്ചു നിന്നു. അവരാരും രാഹുൽ ഗാന്ധി അംഗീകരിച്ചില്ല എന്നല്ല, പക്ഷേ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന് വേണ്ട രീതിയിൽ അവർ അംഗീകരിച്ചിരുന്നില്ല.